അനധികൃത കുടിയേറ്റക്കാരെ ജനസംഖ്യാ കണക്കെടുപ്പിൽ നിന്ന് ഒഴിവാക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വിവാദപരമായ തീരുമാനം രാജ്യത്തിന്റെ ഭരണഘടനാപരമായ തത്വങ്ങളെയും ദശാബ്ദങ്ങളായുള്ള കീഴ്വഴക്കങ്ങളെയും ചോദ്യം ചെയ്യുന്ന ഒന്നാണ്. ഈ നീക്കം അമേരിക്കയുടെ രാഷ്ട്രീയ ഭാവിയെയും സാമൂഹിക ഘടനയും ദൂരവ്യാപകമായി സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ട്രംപിന്റെ നിർദ്ദേശപ്രകാരം അടുത്ത സെൻസസ് നടത്തുമ്പോൾ അനധികൃത കുടിയേറ്റക്കാരെ കണക്കെടുപ്പിൽ നിന്ന് ഒഴിവാക്കി ഒരു പുതിയ റിപ്പോർട്ട് തയ്യാറാക്കണം. ഇത് അമേരിക്കൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമാണ്. കാരണം ഭരണഘടന അനുസരിച്ച് പൗരത്വ ഭേദമന്യേ രാജ്യത്ത് താമസിക്കുന്ന എല്ലാ വ്യക്തികളെയും ഉൾപ്പെടുത്തിയാണ് ഓരോ 10 വർഷം കൂടുമ്പോഴും സെൻസസ് നടത്തേണ്ടത്. ഈ കണക്കെടുപ്പ് 3 പ്രധാന കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അമേരിക്കൻ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സിൽ ഓരോ സംസ്ഥാനത്തിനും എത്ര സീറ്റുകൾ വേണമെന്ന് തീരുമാനിക്കുന്നത് ഈ കണക്കെടുപ്പിന്റെ അടിസ്ഥാനത്തിലാണ്. ജനസംഖ്യ കൂടിയ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ ലഭിക്കും. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഓരോ സംസ്ഥാനത്തിലും ലഭിക്കുന്ന ഇലക്ടറൽ കോളേജ് വോട്ടുകളുടെ എണ്ണം ആ സംസ്ഥാനത്തിലെ കോൺഗ്രഷണൽ സീറ്റുകളുടെ 2 സെനറ്റർമാരുടെയും എണ്ണത്തിന് തുല്യമാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, ഗതാഗതം, ഭവനം തുടങ്ങി വിവിധ മേഖലകളിലേക്കുള്ള കോടിക്കണക്കിന് ഡോളറിന്റെ ഫെഡറൽ ഫണ്ടുകൾ ജനസംഖ്യ ആനുപാതികമായിട്ടാണ് വിതരണം ചെയ്യുന്നത്. ട്രംപിന്റെ ഈ നീക്കം ഈ 3 ഘടകങ്ങളെയും നേരിട്ട് ബാധിക്കും. അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കുന്നത് അമേരിക്കയുടെ രാഷ്ട്രീയ ഭൂപടം തന്നെ മാറ്റി എഴുതാനുള്ള സാധ്യതയുമുണ്ട്. ട്രംപിന്റെ പുതിയ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യാഘാതം രാഷ്ട്രീയപരവും സാമ്പത്തികപരവുമാണ്. അനധികൃത കുടിയേറ്റക്കാർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളായ കാലിഫോർണിയ, ടെക്സാസ്, ഫ്ലോറിഡ എന്നിവിടങ്ങളിൽ നിന്ന് ഈ വിഭാഗത്തെ ഒഴിവാക്കുമ്പോൾ ആ സംസ്ഥാനങ്ങളിലെ ജനസംഖ്യ കുറവായി കാണപ്പെടും. ഇത് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവിലെ സീറ്റുകളുടെ ഇലക്ടറൽ കോളേജ് വോട്ടുകളും നഷ്ടപ്പെടാൻ കാരണമാകും. ഈ സംസ്ഥാനങ്ങൾക്ക് രാഷ്ട്രീയ സ്വാധീനം വലിയ തോതിൽ നഷ്ടപ്പെടാനും ഇത് ഇടയാക്കിയേക്കാം. അതേസമയം കുടിയേറ്റക്കാർ കുറഞ്ഞ സംസ്ഥാനങ്ങളായ അലബമ, മിനാസോട്ട, ഒഹായോ പോലുള്ള താരതമ്യേന കൂടുതൽ രാഷ്ട്രീയ നേട്ടങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഈ നീക്കം റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വിശാലമായ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. അതുവഴി ഇലക്ടറൽ ഡിസ്ട്രിക്റ്റുകൾക്ക് തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പുനഃക്രമീകരിക്കാനും ഡെമോക്രാറ്റുകൾക്ക് സ്വാധീനമുള്ളത് ദുർബലപ്പെടുത്താനും അവർ ലക്ഷ്യമിടുന്നു. ഫെഡറൽ ഫണ്ടിന്റെ വിതരണം ജനസംഖ്യാനുപാതികമായി നൽകിയാൽ അത് അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കുന്നത് വലിയ സംസ്ഥാനങ്ങൾക്ക് സാമ്പത്തികമായി വലിയ നഷ്ടവും ഉണ്ടാക്കും. ഇത് വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിലെ വികസനങ്ങളെ പ്രതികൂലമായി ബാധിക്കും. പ്രത്യേകിച്ച് ഈ സംസ്ഥാനങ്ങളിൽ താമസിക്കുന്ന ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് സഹായം ആവശ്യമായി വരുമ്പോൾ. ട്രംപിന്റെ ഈ നീക്കം ഭരണഘടനാപരമായി സാധ്യതയുള്ളതാണോ എന്നത് വലിയൊരു ചോദ്യമാണ്. അമേരിക്കൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 സെക്ഷൻ 2 അനുസരിച്ച് സെൻസസ് ഓരോ 10 വർഷത്തിനുള്ളിൽ നടക്കണം. അതിൽ സംസ്ഥാനങ്ങളിലെ വ്യക്തികളെ മുഴുവൻ ഉൾപ്പെടുത്തണം. ഈ വ്യക്തികളിൽ പൗരന്മാരല്ലാത്തവരും ഉൾപ്പെടുമെന്ന് ചരിത്രപരമായ വ്യാഖ്യാനങ്ങളും വ്യക്തമാക്കുന്നു. മുൻകാലങ്ങളിൽ ഒരു സുപ്രീം കോടതി ഇങ്ങനെ ഒരു നീക്കം അംഗീകരിച്ചിട്ടില്ല. നിലവിലെ ഈ വിഷയം കോടതിയുടെ പരിഗണനയിലാണ് ഉള്ളത്. എന്നാൽ യാഥാസ്ഥിക ഭൂരിപക്ഷമുള്ള ഇപ്പോഴത്തെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഒരു പുതിയ വ്യാഖ്യാനം നൽകാൻ സാധ്യതയുണ്ടെന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇത് അമേരിക്കൻ നിയമവ്യവസ്ഥയിൽ ഒരു പുതിയ കീഴ്വഴക്കത്തിനും വഴിവെച്ചേക്കാം. ഈ വിവാദത്തിന് അമേരിക്കൻ ചരിത്രത്തിലെ ചില സംഭവങ്ങളുമായി സാമ്യമുണ്ട്. അടിമകളായി കറുത്ത വർഗ്ഗക്കാരെ ജനസംഖ്യയുടെ 2/3 ഭാഗമായി മാത്രം എണ്ണിയ 3/5 കോംപ്രമൈസും തദ്ദേശീയ അമേരിക്കക്കാരെ ആദ്യകാലങ്ങളിൽ പൂർണ്ണമായി ഒഴിവാക്കിയതും ഇതിന് ഉദാഹരണമാണ്. ചരിത്രത്തിൽ എന്നും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾ ഒഴിവാക്കപ്പെടുകയോ കൃത്യമായി എണ്ണപ്പെടാതിരിക്കുകയോ ചെയ്തിട്ടുണ്ട്. ട്രംപിന്റെ പുതിയ നീക്കം ആ ചരിത്രം ആവർത്തിക്കുമോ എന്ന് പലരും ഭയപ്പെടുന്നു. രാഷ്ട്രീയപരമായും സാമ്പത്തികപരമായും പ്രത്യാഘാതങ്ങൾക്കപ്പുറം ട്രംപിന്റെ നീക്കത്തിന് ആഴത്തിനുള്ള സാമൂഹ്യ പ്രത്യാഘാതങ്ങളാണുള്ളത്. അനധികൃത കുടിയേറ്റക്കാർ അമേരിക്കൻ സമൂഹത്തിന് വലിയ സാമ്പത്തിക സംഭാവനകൾ നൽകുന്നുമുണ്ട്. കണക്കുകൾ അനുസരിച്ച് അവർ ഏകദേശം $100 ബില്യൺ വാർഷിക നികുതിയായി അടയ്ക്കുന്നു. ഇതിൽ $30 ബില്യൺ സോഷ്യൽ സെക്യൂരിറ്റി, മെഡിക്കെയർ പോലുള്ള പദ്ധതികളിലേക്കാണ് പോകുന്നത്. എന്നാൽ ഈ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ പലപ്പോഴും അവർക്ക് ലഭിക്കുന്നില്ല. അവരെ സെൻസസിൽ നിന്നും ഒഴിവാക്കുന്നത് അവരുടെ ഈ സാമ്പത്തികവും സാമൂഹികമായ സംഭാവനകളെ പൂർണ്ണമായി മായ്ച്ചു കളയുന്നതിന് തുല്യമാകും. മാത്രമല്ല, ഈ നീക്കം കുടിയേറ്റക്കാർക്കിടയിൽ ഭയവും അരക്ഷിതാവസ്ഥയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. കണക്കെടുപ്പിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത് ഒരു രാജ്യത്തിന്റെ ഔദ്യോഗിക രേഖകളിൽ നിന്ന് വ്യക്തികളെ മായ്ച്ചു കളയുന്നതിന് തുല്യമാണ്. ഇത് അവരുടെ സാന്നിധ്യം നിഷേധിക്കാനും അവരുടെ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടാനും കാരണമായേക്കാം. ട്രംപിന്റെ ഈ നിർദ്ദേശം കേവലം ഒരു സാങ്കേതികപരമായ മാറ്റമല്ല, മറിച്ച് ദൂരവ്യാപകമായ രാഷ്ട്രീയവും സാമൂഹികമായ പ്രത്യാഘാതങ്ങൾക്കുള്ള ഒരു നീക്കമാണ്. ഇത് അമേരിക്കൻ ഭരണഘടനയുടെ വ്യാഖ്യാനം, പ്രസിഡന്റിന്റെ അധികാരം, രാജ്യത്തിന്റെ ഉൾക്കൊള്ളലിന്റെ ചരിത്രപരമായ പോരാട്ടങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും തിരികൊളുത്തുന്നു. ഇതൊരു രാഷ്ട്രീയ നേട്ടത്തിനുള്ള തന്ത്രമായിരിക്കാം. എന്നാൽ ദശലക്ഷക്കണക്കിന് മനുഷ്യരെ ഔദ്യോഗിക കണക്കുകളിൽ നിന്ന് മായ്ച്ചു കളയുന്നതിലൂടെ അവരുടെ സാന്നിധ്യവും അവകാശങ്ങളും നിഷേധിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ തീരുമാനം നിയമപരമായി അംഗീകരിക്കപ്പെട്ടാൽ അത് അമേരിക്കൻ ജനാധിപത്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ഇരുണ്ട അധ്യായമായി മാറിയേക്കാം. ഈ വിഷയത്തിൽ കോടതിയുടെ അന്തിമ വിധി എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ഇപ്പോൾ.